മഹാകുംഭമേളയുടെ സംഘാടകരെ പ്രകീർത്തിച്ച നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി CBC ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ഏതായാലും ഈ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്താതെയാണ്, ലോക്സഭയുടെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്താതെ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മാത്രമല്ല, പ്രധാനമന്ത്രി ഉൾപ്പെടുത്താത്ത വിഷയത്തിൽ സംസാരിച്ചതിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരമില്ലെന്നും സ്പീക്കർ പറയുകയും ചെയ്തല്ലോ. ഇതുകൂടിയാണല്ലോ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മാത്രമല്ല, മഹാകുംഭമേളയ്ക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേരുണ്ട്. അവരെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുകയും കുംഭമേളയുടെ മഹാത്മ്യം വിവരിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയെ കൂടി ഇന്ന് ലോക്സഭയിൽ കണ്ടു. സിബി, അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനും കാരണമായത്. കാരണം മഹാകുംഭമേള വലിയ വിജയമായിരുന്നു. അത് ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ രാജ്യത്തിന്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞു. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് എന്നൊക്കെയാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെ പ്രതിപക്ഷവും, കാരണം ഇതൊരു നേരത്തെ അറിയിച്ചിരുന്നില്ല, പെട്ടെന്നായിരുന്നു നരേന്ദ്രമോദി ലോക്സഭയിൽ എത്തുമെന്നും ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പ്രസ്താവന നടത്തുമെന്നും അറിയിച്ചിരുന്നത്. കാരണം അപ്രതീക്ഷിതമായി നരേന്ദ്രമോദിയുടെ ഒരു വരവും ഈ ഒരു പ്രസ്താവനയും പ്രതിപക്ഷം പെട്ടെന്ന് തന്നെ ഇത് ചട്ടവിരുദ്ധമാണെന്നും, മാത്രമല്ല പ്രതിപക്ഷത്തിനും ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുണ്ട് എന്ന് ലോക്സഭാ സ്പീക്കർ അറിയിക്കുകയായിരുന്നു. എന്നാൽ ലോക്സഭാ സ്പീക്കർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മന്ത്രിമാർ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള ഒരു കീഴ്വഴക്കമില്ല, അതൊരു പ്രസ്താവന മാത്രമായിരുന്നു. എന്നാൽ പിന്നീട് അത് വലിയ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. പ്രത്യേകിച്ച് ഈ മഹാകുംഭമേളയിൽ നിരവധി പേർ അപകടത്തിൽ മരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. മരിച്ചവരെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ മഹാകുംഭമേള വലിയ വിജയമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. എന്നാലും പ്രതിപക്ഷത്തിനും ഈ കാര്യത്തിൽ പറയാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് പിന്നീട് ഉയർന്നത്. ആദ്യം 1 മണി വരെ സഭ നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും ആ സഭ എന്തെങ്കിലും പ്രതിഷേധ ശക്തമായോടെ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും അതേസമയം തന്നെ ആ മഹാകുംഭമേളയിൽ മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്, ആളുകളെ കുറിച്ചൊന്നും പരാമർശം പോലും നടത്താത്ത ഇത് പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്നുണ്ടായത്. സിജു, ശരി. CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഹാകുംഭമേളയെ പ്രകീർത്തിക്കുകയും മഹാകുംഭമേളയ്ക്കിടെ മരിച്ചവരെ പരാമർശിക്കാതിരിക്കുകയും ചെയ്ത മോദിയുടെ നിലപാടിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത്.